ഇന്ത്യയിൽ ഏക സിവിൽ കോഡ് നടപ്പിലാക്കിയാൽ മുസ്ലിങ്ങളെല്ലാം നാടുവിടേണ്ടി വരുമോ അല്ലെങ്കിൽ നരകത്തിൽ പോകുമോ എന്ന മട്ടിൽ ചർച്ചകൾ വരുന്നുണ്ട്. ആ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ചെറിയൊരു വീഡിയോ കാണിക്കാം. ആ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് ബാക്കി പറയാം. നമ്മുടെ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി അമിത് ഷാ വലിയൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. 6 മാസം കൊണ്ട് രാജ്യത്ത് ഏക സിവിൽ കോഡ് നടപ്പിലാക്കും എന്ന പ്രഖ്യാപനമാണ്. അത് മുമ്പും പ്രഖ്യാപിച്ചിരുന്നു, ശ്രമിച്ചിരുന്നു, പിന്നെ അത് നടക്കാതെ പോയി. ഇനി അത് നടപ്പിലാകോ ഇല്ലയോ എന്നതൊക്കെ മറ്റൊരു വിഷയമാണ്. ഏതായാലും ഏക സിവിൽ കോഡിനെയും ഈ പ്രഖ്യാപനത്തെയും ഒക്കെ അനുകൂലിക്കുന്ന ആളുകളോട് ധാർമ്മികപരമായിട്ട് നമ്മുടെ ഒരു സംശയമാണ്. നമുക്ക് സംശയം പറയാലോ. നമ്മുടെ രാജ്യത്തൊരു പദ്ധതിയും ഒരു ആശയവും നടപ്പിലാക്കുമ്പോൾ അതിൻ്റെ ക്ലാരിഫിക്കേഷൻ ചോദിക്കാനുള്ള അവകാശവും അതുപോലെ ധാർമ്മികതയും നമ്മുടെ മുമ്പിലുണ്ട്. എന്താണ് ഏക സിവിൽ കോഡ്? ഏക സിവിൽ കോഡ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു ആചാരത്തിൽ ഒരുമിച്ച് കൂടുക എന്നതാണ്. നാനാത്വത്തിൽ ഏകത്വം എന്നാണ് നമ്മുടെ രാജ്യത്തിൻ്റെ മഹിമ പറയാറുള്ളത്. നാനാജാതി വിശ്വാസക്കാരും മതക്കാരും ഉണ്ട്. ആ വിശ്വാസവും ആചാരവും ഒക്കെ ഉൾക്കൊള്ളുന്നതിനോടൊപ്പം നമ്മുടെ രാജ്യത്ത് സഹോദരീ സഹോദരന്മാരായിട്ട് എല്ലാവരും മുന്നോട്ട് പോകുന്നു. അതാണ് നാനാത്വത്തിൽ ഏകത്വം. എന്നാൽ ഇത് നേരെ തിരിച്ചാണ് വരുന്നത്. എല്ലാവരും ഒരൊറ്റ ആശയത്തിൽ ഒരുമിച്ച് മുന്നോട്ട് പോകുക. ഇതാണ് ഏക സിവിൽ കോഡ്, അല്ലേ? ഇതല്ലെങ്കിൽ ഇതല്ല എന്ന് നിങ്ങൾ പറയണം. ഇതാണ് ഏക സിവിൽ കോഡിൻ്റെ ഡെഫിനിഷൻ. എന്നാൽ ചോദിക്കട്ടെ, ആരുടെ ആചാരമാണ് നമ്മൾ എടുക്കുക? മുസ്ലിമീങ്ങൾ ആചാരമാണോ? മുസ്ലിമീങ്ങൾ അത് അനുവദിക്കുകയില്ല. കാരണം എന്താണ്? എല്ലാവരെ കൊണ്ടും നിർബന്ധിച്ചുകൊണ്ട് ഇസ്ലാം മതത്തിൻ്റെ ആചാരം, അത് അനുഷ്ഠാന കർമ്മങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരിക എന്ന സംഭവം ഒരിക്കലും ഇസ്ലാം അംഗീകരിക്കാത്തൊരു കാര്യമാണ്. ഇനി ഹൈന്ദവ ആചാരമാണോ? ഹൈന്ദവ ആചാരത്തിൽ തന്നെ എത്ര ആചാരങ്ങളുണ്ട്. അതിൽ ഏത് ആചാരമാണ് സെലക്ട് ചെയ്യുക? ഇനി ആ ഒരു ആചാരം എടുത്താൽ തന്നെ മറ്റുള്ള ഹൈന്ദവ മതത്തിലെ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്ന ആളുകൾ ആ ഹൈന്ദവ മതത്തിലെ ആ ആചാരം ഉൾക്കൊള്ളാൻ അവർ തയ്യാറാകുമോ? ഇല്ല. ക്രൈസ്തവ മതത്തിൻ്റെ ആചാരമാണോ? അപ്പോൾ പിന്നെ ഹൈന്ദവ മതക്കാരത് ഉൾക്കൊള്ളാൻ തയ്യാറാകുമോ? ഏത് ആചാരമാണ്, ഏത് സിവിൽ കോഡാണ് നിങ്ങൾ ഈ പറയുന്നത്? ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. ആരുടെ ആചാരം എടുത്തുകൊണ്ടാണ് ഏക സിവിൽ കോഡ് എന്ന സംഭവം നിങ്ങളിവിടെ നടപ്പിലാക്കാൻ പോകുന്നത്? കുറേ കാലമായിട്ട് ചിന്തിക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ സിവിൽ കോഡിനെ അനുകൂലിക്കുന്നവർ ഇതൊന്ന് പറഞ്ഞാൽ വളരെ നന്നായിരുന്നു. ഏക സിവിൽ കോഡ് എന്ന ഈ ആശയത്തെ അല്ലെങ്കിൽ ഇന്ത്യയിൽ നടപ്പിലാക്കണമെന്ന് ഭരണഘടനയെ തന്നെ എഴുതി വെച്ചിട്ടുള്ള ഈ സംഭവത്തെ മതപരമായി ദുരുപയോഗം ചെയ്യുകയാണ്, അല്ലെങ്കിൽ ആ വിധത്തിൽ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. ശരിയത്ത് നിയമമാണ് മുസ്ലിം വ്യക്തി നിയമത്തിൽ ഉപയോഗിക്കുന്നതെങ്കിൽ ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. ഇവിടുത്തെ ക്രിമിനൽ നിയമം എന്താണ്? അത് ശരിയത്ത് നിയമമാണോ? ഒരു മോഷണം ചെയ്തു കഴിഞ്ഞാൽ അവന്റെ കൈ മുറിക്കുന്നതാണോ ഇന്ത്യയിലെ നിയമം? ഒരു വ്യഭിചാരം നടത്തി കഴിഞ്ഞാൽ കല്ലെറിഞ്ഞു കൊല്ലുന്നതാണോ ഇന്ത്യയിലെ നിയമം? ഒരു കൊലപാതകം നടത്തി കഴിഞ്ഞാൽ തിരിച്ചതുപോലെ തന്നെ കൊലപാതകം നടത്തി അത് പരിഹരിക്കുന്നതാണോ ഇന്ത്യയിലെ നിയമം? ഇല്ല. അതായത് ഏക ക്രിമിനൽ കോഡ് നടപ്പിലാക്കിയിട്ടുള്ള എത്രയോ കാലങ്ങളായി നടപ്പിലാക്കി, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ അത് നടപ്പിലാക്കി അതനുസരിച്ച് പോകുന്ന വിഭാഗങ്ങൾ തന്നെയാണ് ഇവിടുത്തെ ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം എല്ലാ വിഭാഗവും. അതുകൊണ്ട് ആർക്കും ഒരു പ്രശ്നവുമില്ല. ആർക്കും അവരുടെ മതവിശ്വാസങ്ങൾക്കോ ആചാരങ്ങൾക്കോ മറ്റും ഒരു പ്രശ്നവുമില്ല. അവരുടെ ശിക്ഷാവിധികൾ മതവിധി പ്രകാരമല്ല നടക്കുന്നത് എന്നതുകൊണ്ട് ആർക്കും ചൊറിച്ചിലുമില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഏക സിവിൽ കോഡ് നടപ്പിലാക്കേണ്ടി വരും എന്ന് വരുമ്പോൾ, അല്ലെങ്കിൽ നടപ്പിലാക്കും എന്നുള്ള ഒരു ഈ രാജ്യത്തെ ഭരണാധികാരികൾ അത്തരത്തിലൊരു തീരുമാനമെടുക്കുമ്പോൾ അതിനെതിരെ ഉറഞ്ഞു തുള്ളേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാവും. നിലവില് ഓരോ മതവിഭാഗങ്ങൾക്കും അല്ലെങ്കിൽ അവരുടെ രീതി അനുസരിച്ചിട്ട് ശരീഅത്ത് നിയമങ്ങളും അല്ലാത്ത നിയമങ്ങളും തന്നെയാണുള്ളത്. ഇപ്പൊ സിഖുകാരാണെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ, മുസ്ലിങ്ങളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ, ക്രിസ്ത്യാനികളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ, ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ആ നിയമ സംവിധാനങ്ങൾ കൂടി തന്നെയാണ് പോണത്, വ്യക്തി നിയമങ്ങളെല്ലാം. എന്നാൽ ഏക സിവിൽ കോഡ് വന്നാൽ ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവും, നീതി നടപ്പിലാകും. അതാണ് അതിന്റെ ഒരു വസ്തുത എന്ന് പറയുന്നത്. അതായത് വിവാഹം, വിവാഹമോചനം, സ്വത്തവകാശം, ദത്തെടുക്കുക, ഈ 4 കാര്യങ്ങളിലാണ് പ്രധാനമായിട്ടുള്ളത്. മാത്രമല്ല സ്വത്തവകാശം ഉണ്ടല്ലോ. ഈ സ്വത്തവകാശത്തിൽ ഇന്നത്തെ ശരീഅത്ത് നിയമം കൃത്യമായി നടപ്പിലാക്കാൻ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. മുസ്ലിങ്ങൾക്കാണ് ഇതിൽ ഏറ്റവും കുഴപ്പം. അതുകൊണ്ട് നമുക്ക് അങ്ങനെ തന്നെ പറയാം. മുസ്ലിങ്ങൾ ശരിക്കും ഇവിടെ ചെയ്യുന്ന എന്താ? സ്വത്തവകാശം എങ്ങനെയാണ്? ഒരു ദമ്പതികൾക്ക് 2 or 3 പെൺകുട്ടികളുണ്ട്. ആ പെൺകുട്ടികളും ഈ മാതാപിതാക്കളും നന്നായിട്ട് ജീവിച്ചു വരുന്നു. അത്യാവശ്യം വളർന്നു വരുന്ന സാഹചര്യത്തിൽ, അത്യാവശ്യം സ്വത്തുള്ള ഒരു സാഹചര്യത്തിൽ ആ മാതാപിതാക്കൾ മരണപ്പെടുന്നു. അത് എന്തോ കാരണത്തായിക്കോട്ടെ, ഇനി ആക്സിഡന്റ് ആയിക്കോട്ടെ, നോർമൽ ഡെത്ത് ആയിക്കോട്ടെ, എന്തായാലും അവർ മരണപ്പെടുന്നു. ഈ ഇന്നത്തെ നിലവിലിരിക്കുന്ന ഇസ്ലാമിക നിയമപ്രകാരം, അതായത് ശരീഅത്ത് നിയമപ്രകാരം
മാതാപിതാക്കളുടെ ആ സ്വത്തുക്കൾ ആ പെൺകുട്ടികൾക്ക് ലഭിക്കുമോ? പൂർണ്ണമായി ലഭിക്കില്ല. ഒരു ചെറിയ അവകാശം കിട്ടിയെങ്കിൽ കിട്ടി. ശരീഅത്ത് നിയമപ്രകാരം അത് അങ്ങനെ കിട്ടിയാൽ മതി. കാരണം അത് സ്ത്രീകളായതുകൊണ്ട് അവർക്ക് സ്വന്തമായി കാര്യങ്ങൾ നോക്കി നടത്താൻ അവർ അബലകളാണ് എന്ന് നമ്മൾ വിലയിരുത്തുന്നത് കൊണ്ട് അത് പുരുഷന്മാർ ആ സ്വത്ത് കൈകാര്യം ചെയ്ത് ആ സ്ത്രീകളെ കൂടി സംരക്ഷിക്കണം. അതായിരിക്കാം ഒരുപക്ഷെ ഉദ്ദേശിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. പക്ഷെ ഈ ആധുനിക കാലഘട്ടത്തിൽ അതാണോ നടക്കുന്നത്? ആധുനിക കാലഘട്ടത്തിൽ എല്ലാം സ്വത്തുക്കളും അടിച്ചു മാറ്റുന്ന സിറ്റുവേഷനാണുള്ളത്. എനിക്കറിയാവുന്ന ഒരു സംഭവം, അനുജനും ജ്യേഷ്ഠനും ഒരുമിച്ച് സമ്പാദിക്കുന്നു. ഈ സമ്പാദ്യമെല്ലാം ജ്യേഷ്ഠന്റെ പേരിലാണ് എഴുതുന്നത്. എല്ലാം ജ്യേഷ്ഠന്റെ പേരിലാണ്. അനുജനും ജ്യേഷ്ഠനും എല്ലാം 2 വീടുണ്ട്, 2 കുടുംബമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ സ്വത്തുക്കളെല്ലാം ജ്യേഷ്ഠന്റെ പേര്. ഒരു സുപ്രഭാതത്തിൽ ജ്യേഷ്ഠനങ്ങ് മരിക്കുന്നു. അധികം വൈകാതെ അനുജനും മരിക്കുന്നു. സ്വത്തുക്കളെല്ലാം ജ്യേഷ്ഠന്റെ മക്കൾക്കും കുടുംബങ്ങൾക്കും. അനുജന്റെ മക്കളെല്ലാം പെരുവഴി അമ്പലം തെരുവിലിറങ്ങി. ഇങ്ങനൊരു അവസ്ഥ വന്നാൽ നിങ്ങൾ എന്തായിരിക്കും നിങ്ങളുടെ നിലപാട്? നിങ്ങൾക്കാണ് ഈ ഒരു അവസ്ഥ വരുന്നെങ്കിൽ നിങ്ങളുടെ നിലപാട് എന്താണ്? ഏതാണ്ട് സമാനമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഈ മുസ്ലിം വ്യക്തി നിയമം അനുസരിച്ച്, സ്വത്ത് നിയമം അനുസരിച്ചിട്ട് കാര്യങ്ങൾ വരുന്നത്. മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ കുഴപ്പമില്ല, അവർ മക്കൾക്ക് എഴുതി വെച്ചാലും കുഴപ്പമില്ല. പക്ഷെ അവരൊന്നും എഴുതി വെക്കാതെ ഈ പെൺമക്കളെ അനാഥരാക്കിക്കൊണ്ട് അവർ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവർ ഏതു പ്രായത്തിലായാലും അവർക്ക് സ്വത്ത് കിട്ടില്ല. സ്വത്ത് അന്യാധീനപ്പെട്ട് മറ്റേതെങ്കിലും കുടുംബത്തിൽ എവിടെയെങ്കിലുമുള്ള ഒരു പുരുഷൻ അത് എടുത്തുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യം ഇന്നുണ്ട്. എത്ര നിശ്ചയിച്ചിട്ടും കാര്യമൊന്നുമില്ല. അതാണ് ഇവിടെ നടപ്പിലാകേണ്ടത്. അതുപോലെ വളരെ ക്രൂരമായി നിൽക്കുന്ന മറ്റൊന്നാണ് വിവാഹമോചനം. വിവാഹവും മറ്റു കാര്യങ്ങളെല്ലാം മുത്തലാഖ് നിരോധിച്ച സമയത്ത് തന്നെ വലിയ വിവാദം ഇവിടെ വന്നിരുന്നു. സത്യത്തിൽ മുത്തലാഖ് 1, 2, 3 തലാഖ് ഒരുമിച്ച് ചൊല്ലി പിരിയുന്നത് ഇസ്ലാമിൽ പോലുമില്ല, ശരീഅത്ത് നിയമത്തിൽ പോലുമില്ല. ശരീഅത്ത് നിയമത്തിൽ പോലും ഇല്ലാത്ത, ഇസ്ലാം നിരോധിച്ചിട്ടുള്ള, ഇസ്ലാമിൽ ഇല്ലാത്ത ഒരു സംഭവത്തെ ഈ ഗവൺമെന്റ് തടഞ്ഞപ്പോ അതിനെ പോലും എന്താണ് മുത്തലാഖ് നിരോധിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയവരാണ് ഇവിടുത്തെ ഒരു വിഭാഗം. എന്തെങ്കിലും മനസ്സിലാക്കിയിട്ടാണോ? ശരിക്ക് ഇസ്ലാമിലെ തലാഖ് എന്ന് പറയുന്നത് ഒരു തലാഖ് ചൊല്ലുന്നു, പിന്നെ ഒരു കൃത്യമായ ഒരു സമയമുണ്ട്, അതിനിടയിൽ മധ്യസ്ഥ പ്രവൃത്തികളുണ്ട്, മറ്റു കാര്യങ്ങളുണ്ട്. നമ്മുടെ നിയമം പോലെ തന്നെ അത്തരം കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നു. വീണ്ടും എന്നിട്ടും നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു തലാഖ് കൂടി, വീണ്ടും ഈ പ്രോസസ് എല്ലാം ഒന്നേന്ന് നടക്കുന്നു. എന്നിട്ടും വീണ്ടും പിന്നെ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ മാത്രം അവർ തമ്മിൽ വേർപിരിയുന്നു. ഇതിന് ഒരു 2 വർഷമെങ്കിലും സമയമെടുക്കും. നമ്മുടെ കുടുംബ കോടതിയിൽ ഒരു കേസ് പോയി കഴിഞ്ഞാൽ അറിയാമല്ലോ എത്ര കാലം എടുക്കുന്നുള്ളത്. ഏകദേശം അതുപോലെ തന്നെ ശരീഅത്ത് നിയമപ്രകാരം വിവാഹമോചന കേസുകൾ കൈകാര്യം ചെയ്താൽ നടക്കും. എന്നാൽ ആ സ്ഥാനത്ത് ഒരു ഒറ്റ ഇരിപ്പിൽ 1, 2, 3 ചൊല്ലി ഇങ്ങോട്ട് പിരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പിറ്റേന്നാവുമ്പോൾ വേറെ കെട്ടുന്ന പരിപാടി ഉണ്ടല്ലോ, ആ പെണ്ണിനെ വഴിയാധാരമാക്കിയിട്ട്, അത് നടക്കില്ല എന്ന് പറഞ്ഞതിനെ എതിർത്ത ആൾക്കാരാണ് ഈ നാട്ടിലുള്ളത്. അതുകൊണ്ട് ഏക സിവിൽ കോഡ് വന്നാൽ അവർ വിശ്വസിക്കുന്ന മതം ഏതായാലും അവർ ആചരിക്കുന്ന ആചാരങ്ങൾ ഏതായാലും നടപ്പിലായി കഴിഞ്ഞാൽ വ്യക്തി നിയമങ്ങൾ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള മുസ്ലിം വ്യക്തി നിയമവും പിന്നെ ഹിന്ദു കോഡുകളും എല്ലാം നിൽക്കും. നമ്മൾ എഴുതി വെക്കുന്ന ആ നിയമങ്ങളുണ്ട്, ആ നിയമങ്ങളായിരിക്കും പിന്നെ മറ്റുള്ളവർക്ക് നടപ്പിലാകുന്നത്. അതായത് വിവാഹമോചനം കോടതി മുഖാന്തരം മര്യാദയ്ക്ക് നടക്കുള്ളൂ. തോന്നുമ്പോൾ തലാഖിയിൽ പോകാൻ പറ്റൂല. അതുപോലെ പെണ്ണുങ്ങളെ സ്വത്ത് അടിച്ചു മാറ്റാൻ പറ്റൂല. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ എതിർക്കപ്പെടുന്നവർ സ്വത്ത് മോഹികളോ അല്ലെങ്കിൽ കണ്ടട നീളെ പെണ്ണ് കിട്ടണോ എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരാൾക്കായിരിക്കും എനിക്ക് തോന്നുന്നു. അല്ലാതെ നിയമവ്യവസ്ഥ അനുസരിച്ചിട്ട് ജീവിക്കുന്ന ഒരു മുസ്ലിമിനും ഇന്ത്യയിലെ ഏക സിവിൽ കോഡ് ഒരു തരത്തിലും ദോഷകരമായി ബാധിക്കില്ല. അതിന്റെ തെളിവാണ് ഏക ക്രിമിനൽ കോഡ് ഇവിടെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഇതുവരെ നമ്മൾ അനുഭവിച്ചു പോരുന്നത്. നമ്മുടെ മതങ്ങൾക്കോ മതവിശ്വാസത്തിനോ ആചാരത്തിനോ ഒന്നും ഒരു കോട്ടമില്ല. അതുപോലെ തന്നെ നമ്മുടെ വിശ്വാസങ്ങൾക്കോ ആചാരങ്ങൾക്കോ ഒരു കോട്ടവും സംഭവിക്കാൻ പോകുന്നില്ല. നാളെ ഏക സിവിൽ കോഡ് നടപ്പിലാക്കി കഴിഞ്ഞാൽ നാളെ കുറിയും ഇട്ട് ചന്ദനം ഇട്ടിട്ട് രാമക്ഷേത്രത്തിൽ പോയി രാമനെ തൊഴുതണം എന്ന് മുസൽമാനോട് പറയും എന്നാണ് പ്രചരിപ്പിക്കുന്നത്. അല്ല, ആ പ്രചരണം കേട്ടാൽ അങ്ങനെയാണ് തോന്നുന്നത്. ഭരണഘടന നൽകുന്ന മൗലിക അവകാശമായിട്ടുള്ള മത സ്വാതന്ത്ര്യം, വിശ്വാസ സ്വാതന്ത്ര്യം, ആർട്ടിക്കിൾ 25, അതിന്റെ മേലെ കടന്നു കയറുന്നതാണ് എന്നാണ് ഇവിടെ പ്രചരിപ്പിക്കപ്പെടുന്നത്. സത്യത്തിൽ എവിടെയാണ് കടന്നു കയറപ്പെടുന്നത്? അവരുടെ വിശ്വാസത്തിലെ ആചാരങ്ങൾ എവിടെയെങ്കിലും കടന്നു കയറപ്പെടുന്നുണ്ടോ? ഇല്ല. ഏക സിവിൽ കോഡ് എന്ന് പറഞ്ഞാൽ നാളെ രാവിലെ മുതൽ എല്ലാവരും ഒരേ പാൻറ് ഒരു ഷർട്ട് ഇട്ടുകൊണ്ട് നടക്കണം എന്നല്ല പറയുന്നത്. അവരുടെ വിശ്വാസ ആചാരങ്ങൾ ഏത് തന്നെ ആയിരുന്നാലും അവർ അനുവർത്തിച്ചു പോരേണ്ടത് ഇന്ത്യയിലെ നിയമമായിരിക്കണം. ഇപ്പൊ വിവാഹ നിയമമാണെന്നുണ്ടെങ്കിൽ അത് ഇന്ത്യ ഒരു നിയമം നടപ്പിലാക്കുന്നു. അവർ വിവാഹം നിലവിലുള്ള പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ അത് കൃത്യമായി ചെയ്തിരിക്കണം. ഇപ്പൊ ചെയ്യുന്നില്ലേ? എത്രത്തോളം ആൾക്കാർ, ഇപ്പൊ മുസ്ലിം സമുദായത്തിലുള്ള എത്രയോ ആൾക്കാർ രണ്ടാമത് വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നിലവിലുള്ള മുസ്ലിം വ്യക്തി നിയമം അത് നമ്മുടെ കുടുംബത്തിൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പെൺകുട്ടികൾ മാത്രമുള്ള മാതാപിതാക്കൾ അവർ അവരുടെ വിവാഹം ഇന്ത്യയിലെ നിലവിലുള്ള മാരേജ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള ധാരാളം വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നത്? അപ്പോൾ വിവാഹം നടത്തുമ്പോൾ അത് പള്ളിയിൽ വെച്ച് നിക്കാഹ് ചെയ്താലും
വധുവിന്റെ വീട്ടിൽ വെച്ച് നിക്കാഹ് ചെയ്താലും വരന്റെ വീട്ടിൽ വെച്ച് നിക്കാഹ് ചെയ്താലും ഓഡിറ്റോറിയത്തിൽ നിക്കാഹ് ചെയ്താലും അതൊന്ന് ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തിരിക്കണം. അത് കൃത്യമായി നിയമം അനുശാസിക്കുന്ന വിധത്തിൽ സബ് രജിസ്ട്രാർ മുമ്പാകെ രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നൊരു നിയമം വന്നാൽ എന്താണ് കുഴപ്പം? അതുപോലെ ഒരു വിവാഹമോചനം, ആ വിവാഹമോചനം അതേ ക്രമത്തിൽ തന്നെ അതുപോലെ തന്നെ നടക്കണം. എങ്ങനെയാണോ നിയമം അനുവദിക്കുന്നത് ആ നിലയിൽ അങ്ങനെ മാത്രം മതി. അല്ലാതെ ഒറ്റയൊരുപ്പില്ല പരിപാടിയും ചൊല്ലിട്ടുണ്ട് പോണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് അതിന് കുറ്റം പറയാൻ പറ്റുക? അതുപോലെ തന്നെ സ്വത്ത് നിലവിൽ മാതാപിതാക്കളുടെ സ്വത്ത് മക്കൾക്ക്, അതാണായാലും പെണ്ണായാലും അവർക്കത് തുല്യമായി വീതിച്ചു കിട്ടണം എന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ്? ഏക ക്രിമിനൽ കോഡ് ഇതുവരെ ഇന്ത്യയിലെ ഒരു മതവിഭാഗങ്ങൾക്കും ഒരു ദോഷവും വരുത്തിയിട്ടില്ലെന്ന് മാത്രമല്ല, ഇന്ത്യയിലെ നിയമവ്യവസ്ഥിതികൾ എല്ലാവർക്കും ഒരുപോലെ തന്നെ ബാധകമായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഏക സിവിൽ കോഡ് വന്നു കഴിഞ്ഞാലും അത് ഇന്ത്യയിലെ എല്ലാ മതങ്ങളിലെയും സ്ത്രീകൾക്ക് വിവാഹം, സ്വത്തവകാശം എന്നിവയിൽ തുല്യനീതി, അതുപോലെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങനെ ഏത് നിലയിലായാലും ഒരു വ്യക്തിക്ക് ജാതി, മത, വർണ്ണ വിവേചനങ്ങളൊന്നുമില്ലാതെ തുല്യനീതി ഉറപ്പാക്കാനായിട്ട് സഹായിക്കുന്ന ഒരു സംവിധാനത്തെ എന്തിനാണ് നമ്മൾ എതിർക്കേണ്ടത്? Different angles. Don't forget to subscribe and support this channel.